നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിൽ റോഡ് ഗതാഗതമാക്കിയില്ല. പ്രദേശവാസികൾ വോട്ട് ബഹിഷ്കരിച്ചു. പ്രതിഷേധക്കാർ റോഡിന്റെ കുണ്ടും കുഴിയും അടച്ചു. റോഡ് ഗതാഗത യോഗ്യമാക്കിയില്ല. പ്രദേശവാസികൾ വോട്ട് ബഹിഷ്കരിച്ചു. പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് 1-2 വാർഡിലൂടെ കടന്നുപോകുന്ന 400 മീറ്റർ റോഡ് ടാറിംഗ് ചെയ്യുകയോ കോൺക്രീറ്റോ ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് 25ഓളം കുടുംബങ്ങൾ വോട്ട് ബഹിഷ്കരിച്ചത്. 70 വർഷത്തിന് മേലെ പഴക്കമുള്ളതാണ് തോട്ടുവയൽമുക്ക് തോട്ടത്താമണ്ണിൽ താഴ റോഡ്. മാറി മാറി വരുന്ന ജനപ്രതിനിധികളുടെ മുന്നിൽ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും റോഡ് നവീകരണം നടത്താത്തതാണ് പ്രതിഷേധത്തിന് കാരണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. അന്ന് മുതലേ ഈ റോഡ് ഇതേപോലെ തന്നെയാണ്. ഞങ്ങൾക്ക് അംഗൻവാടിയിലും സ്കൂളിലും പോകാൻ സാധിക്കുന്നില്ല. പാൻറിൽ മുഴുവൻ ചളിയാകുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, ഞങ്ങൾക്ക് നേരാവണ്ണം സ്കൂളിൽ പോകുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ചില സമയം വീഴാനും നോക്കുന്നുണ്ട്. വണ്ടികളും എല്ലാ വണ്ടികളും കുറേ ആൾക്കാരുമൊക്കെ ഇവിടെ വീഴുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ കൊല്ലം തീരുമാനിച്ചതാണ്, ഇനി ഞങ്ങൾ വോട്ട് ചെയ്യില്ല. പ്രതിഷേധം. ബസ്സുകൾ എല്ലപ്പോഴും അവരെ വീട്ടിലെ മുന്നിൽ തന്നെ നിർത്താറുണ്ട്. ഞങ്ങളെ സ്കൂൾ വണ്ടികൾ ഇങ്ങോട്ടേക്ക് വരാറില്ല. ഞങ്ങൾ സ്കൂൾ പോകുമ്പോൾ ഞങ്ങളെ പെയിൻറ്റിൽ ഫുൾ ചളിയാകാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോൾ സാറുമാരുടെ നിന്ന് ചീത്ത കേൾക്കാറുണ്ട്. ഇത് പേരാമ്പ്ര പഞ്ചായത്തിൽ 1-ാം വാർഡിൽപ്പെട്ട റോഡാണ്. ഇപ്പോൾ വാർഡ് വിഭജിച്ചതിന് ശേഷം 2 വാർഡിലും കൂടി പെട്ട റോഡായത്. 21 പെടുന്നുണ്ട്, 1-ാം വാർഡും പെടുന്നുണ്ട്. ഇത് ഒരുപാട് കാലപ്പഴക്കമുള്ള റോഡായത്. അങ്ങനെ പണ്ട് കാലത്തെ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ചെറുപ്പത്ത് കാലത്ത് ഇപ്പോൾ എൻ്റെ വാപ്പയിൽ നിന്ന് 90 വയസ്സ് കഴിഞ്ഞ് മരിച്ചു തന്നെ. അത് അന്നകാലത്തെ ആൾക്കാർ നടന്നു പോകുന്ന റോഡായിരുന്നു. അന്ന് പേരാമ്പ്ര ചേനായി റോഡ് ഇല്ലായിരുന്നു. ഈ കോപ്പർ റോഡായിരുന്നു. ചേനായിൽ നിന്ന് മുഴുവൻ ഉള്ള ആൾക്കാർ മുഴുവൻ ആവളയ്ക്ക് പോകുന്നത് ഒരു റോഡായിരുന്നു. അത്രയും കാലപ്പഴക്കമുള്ള റോഡാണ്. അപ്പോൾ ഇതിന് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനൊരു തീരുമാനം എടുത്തിട്ട് ഈ പ്രദേശവാസികൾക്ക് കഴിയുന്ന പെട്ടെന്ന് റോഡ് ഉണ്ടാക്കി കൊടുക്കാനുള്ള തീരുമാനം എടുക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. മഴക്കാലമായാൽ ചെളി നിറഞ്ഞ വാഹനങ്ങൾക്ക് പോകാനോ കാൽനടയാത്രയ്ക്കോ പറ്റാത്ത സ്ഥിതിയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷവും റോഡ് നവീകരിച്ചില്ലെങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ബഹിഷ്കരിക്കുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. 70 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഈ റോഡാണിത്. മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ മോഹന വാഗ്ദാനമായി പോവുകയല്ലാതെ ഇതുവരെ ഞങ്ങൾക്കാർക്കും ഇത് യാത്ര സുഗമമാക്കാനുള്ള ഒരു പരിഹാരം ചെയ്തു തന്നിട്ടില്ല. അതിൻ്റെ മുന്നോടിയായി ഞങ്ങൾ ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഒരു ജനകീയ കമ്മിറ്റി തീരുമാനിക്കുകയും അതിലെടുത്ത തീരുമാനമാണ് വോട്ട് ബഹിഷ്കരണം. അതാണ് ഞങ്ങളിന്ന് 100 കൂടുതൽ വരുന്ന ആൾക്കാർ ഞങ്ങളിന്ന് ആ വോട്ട് ബഹിഷ്കരിച്ചുകൊണ്ട് ഇന്നും ശക്തമായ പ്രതിഷേധമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇനി അതിൽ തന്നെ ഞങ്ങൾക്ക് വിള്ളലുണ്ടാക്കാൻ വേണ്ടി പല രാഷ്ട്രീയ പാർട്ടികളും നിങ്ങൾ വോട്ട് ഉണ്ടാകുന്ന സമയത്ത് വോട്ടിൻ്റെ ദിവസം വരുമെന്നും ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു പ്രതിഷേധം. അതേപോലെ തന്നെ ഒരു കാര്യം ഞങ്ങൾ അടിവരട്ട് പറയട്ടെ, ഈ ഒരു വോട്ടല്ല, ഇനി ഏത് വോട്ട് വന്നാലും ഞങ്ങൾക്ക് ഈ റോഡ് കോൺക്രീറ്റോ അതല്ലെങ്കിൽ താറിങ്ങോ ചെയ്യുന്നത് വരെ ഒരു കാരണവശാലും ഞങ്ങളുമായി ബന്ധപ്പെട്ട ആരെക്കൊണ്ട് ഈ വോട്ട് ഞങ്ങൾ ഇല്ലാതാക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഞങ്ങൾ ചെയ്യുന്നെന്നും ഒരു വോട്ടും ഇനി വരുന്ന ഏതൊരു വോട്ടിലും ഞങ്ങൾക്ക് ഈ ഒരു പരിഹാരമാകുകയല്ലാതെ ഞങ്ങൾ ഇതിൽ നിർത്താൻ പോകുന്നില്ല. ഞങ്ങൾക്ക് ഈ ഒരു പരിഹാരം എന്നാണോ ഇവിടെ കഴിയുന്നത് അതേപോലെ ഞങ്ങൾ ഈ സമരവുമായി ശക്തമായി മുന്നോട്ട് പോവുകയാണ് ഞങ്ങളുടെ തീരുമാനം. രാഷ്ട്രീയ പാർട്ടികളോടും ഒരു വിരോധവും ഇല്ല. ഞങ്ങൾ ഈ റോഡിൻ്റെ അവസ്ഥ എല്ലാ ആൾക്കാരെയും പറഞ്ഞറിയുകയും ഞങ്ങൾ ജൂലൈയിൽ തുടങ്ങിയതാണ് സമരം. ജൂലൈയിൽ സമരം തുടങ്ങിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഞങ്ങളോട് വന്ന് ചോദിച്ചിട്ടില്ല എന്താ നിങ്ങളെ പ്രശ്നം, എന്തെന്നാ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പറയുക, നിങ്ങൾ വോട്ട് ബഹിഷ്കരിക്കരുത് എന്നൊക്കെ ഒരു വന്ന് പറഞ്ഞിട്ടേ ഞങ്ങൾക്കൊരു സമാധാനം. ഇപ്പോൾ വോട്ട് തെരഞ്ഞെടുപ്പ് അടുത്തതിൻ്റെ ശേഷം 2 ആഴ്ച കൊണ്ട് ഇപ്പുറം ഇങ്ങോട്ട് എല്ലാന്നും രാത്രിയൊന്നുമില്ല പകലൊന്നുമില്ലാണ്ട് തൊടത്തോടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വരികയാണ്. അത് ഓരോ ആവശ്യത്തിനാണ് ഓല് വരുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളെ ആവശ്യത്തിനാണ് വരുന്നതെങ്കിൽ ഓല് ഇതിൻ്റെ മുന്നേ വരുമായിരുന്നു. അത് ഓല് വന്നിട്ടില്ല. അതിലൊരു വിഷമമാണ് ഞങ്ങൾക്കുള്ളൂ. പിന്നെ വെച്ചാൽ ഒരു വണ്ടി വിളിച്ചാൽ ഇവിടെ 4-5 ചെന്നൈ ടൗണിൽ നിന്ന് 4-5 വണ്ടിക്കാരെ വിളിച്ചാൽ ഏതെങ്കിലും ഒരു വണ്ടിക്കാർ ഒരു സന്മനസ് കാണിക്കും. അല്ലാണ്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാലോ എന്തെങ്കിലും ഒരു രോഗം വന്നാലോ കുറേ പ്രായമുള്ള ആൾക്കാരുള്ള വീടൊക്കെ ഉള്ള സ്ഥലമായി ഒരാളും വരികയില്ല. ഭയങ്കര യാത്രാ ദുരിതം മഴക്കാലത്ത്.
വടിയും കുത്തിപ്പിടിച്ചാണ് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോവുക. വടിയും കുത്തിപ്പിടിച്ച് വെറും കുണ്ടും കുഴിയായിട്ട് ബാക്കി എല്ലാ സ്ഥലത്തും 2-ാം വാർഡിൽ, 4-ാം വാർഡിൽ, 10-ാം വാർഡിൽ, 19-ൽ എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും ഓരോരുത്തരുടെ വീട്ടിലേക്ക് പോകുന്ന ഇടവഴി അടക്കം ധാരങ്ങിയിട്ട് റോഡാക്കി. ഞാൻ ഈ ഇവിടെയുള്ള ഈ 1-ാം വാർഡിലെ റോഡ് മാത്രമേ ഇങ്ങനെയുള്ളൂ. പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും മഴക്കാലത്ത് ഇങ്ങോട്ട് വരികയില്ല. ഓലെല്ലാം വണ്ടിയില്ല. ഞങ്ങൾ കാൽനട പോകുന്നവളാ, കാൽനട യാത്രക്കാരാ. ഞങ്ങളെ ദുരിതം ഓല് മനസ്സിലാക്കുന്നില്ല. ഈ ഒരു സങ്കടമുള്ളൂ ഞങ്ങൾ. പുതിയ സാരഥികൾ ഏറ്റെടുത്ത് റോഡ് ഗതാഗത യോഗ്യമാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഒരു വിഭാഗം നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.